ജൂലൈ മാസത്തിൽ CPO എക്സാം ഇങ്ങെത്തുകയാണ്. മക്കളെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആ എക്സാമിന് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് പറ്റാൻ പാടില്ലാത്ത ചില തെറ്റുകളെ പറ്റിയിട്ടാണ്. നിങ്ങൾ ഇത് അറിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമേ ഒഴിവാക്കാൻ പറ്റും. അവസാന സമയമാകുമ്പോഴത്തേക്കും ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് സമയം പോയിരിക്കും. അതുകൊണ്ട് ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ നോക്കുക. നിങ്ങൾക്ക് ഈ എക്സാമിന് ഉപകാരപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷൻ ആയിരിക്കും ഇത്. എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CPO, IRB, WCPO ഈ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുള്ളതും നിങ്ങൾക്ക് തെറ്റാൻ പാടില്ലാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മക്കളെ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ മാറ്റി വെക്കാറുണ്ട്. അതായത് പല കാര്യങ്ങൾ കൊണ്ട്, ചിലപ്പോൾ മടി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. നാളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നീട്ടിവെക്കും. ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. അത് നമ്മളെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സമയത്തെ വെറുതെ കളയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കാം. നമ്മൾ ചിലപ്പോൾ ഈ നാളെ എന്ന് ചിന്തിക്കുമ്പോൾ ഇന്നിപ്പം വേറെ എന്തെങ്കിലും ചെയ്യാം, അല്ല സിനിമ കാണാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമെന്ന് പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അതായത് പഠിക്കാൻ പുസ്തകം എടുത്തു വെച്ചു, നമ്മൾ ഒരു ഹിസ്റ്ററി പഠിക്കാൻ എടുത്തു വെച്ചു, അതിൽ കേരള ട്രാവൻകൂർ ഡൈനാസ്റ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഇങ്ങനെ പഠിച്ചു കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഇതിനി വയ്യ, നമ്മൾ കുറച്ചു നേരം മടുത്തു, അത്രയും കുറച്ച് പഠിച്ചില്ലേ, മാറ്റിവെക്കാം എന്ന് വിചാരിക്കും. പക്ഷെ മക്കളെ, നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടെ മുൻപിൽ 3 മാസമേ ഉള്ളൂ. നിങ്ങൾ നാളെ എന്ന് വെക്കുമ്പോൾ നിങ്ങളുടെ ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള പാതയിൽ നിന്ന് ഓരോ ദിവസവും നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള സാധ്യത ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? നിങ്ങൾ ഈ ഒരു സംഗതി ഒഴിവാക്കണം. ഓക്കെ, നിങ്ങൾ ഇപ്പൊ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പൊ തന്നെ ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണ് ഓവർ കോൺഫിഡൻസ്. എനിക്ക് കുറെയൊക്കെ അറിയാം, എനിക്ക് കുറേയൊക്കെ മാർക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ ഇതിന് റാങ്ക് അടിക്കാൻ പോവാണ് എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. മക്കളെ, പരീക്ഷയുടെ അന്ന് വരെയും നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ദിവസവും ഞാൻ എത്തിയിട്ടില്ല, ഇനി കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുള്ളത്, ഞാൻ എവിടെയൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ചെടുക്കണമെന്ന ചിന്തയാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയും കുറച്ചൊന്ന് ഉഴപ്പിയാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഏറ്റവും വലിയ മണ്ടത്തരമാണ് കാണിക്കുന്നത്. ഓരോ ദിവസവും ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നിങ്ങൾക്ക് പഠിക്കാൻ കുറേ അധികം കാര്യങ്ങളുണ്ട്, ഞാൻ കുറേ കാര്യങ്ങൾ ഇനി മിസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം എനിക്ക് പഠിച്ചെടുക്കണം എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ഒരു കാരണവശാലും ഓവറായിട്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഓവർ കോൺഫിഡൻസ് ഉണ്ടാവരുതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ലെന്നല്ല, പഠിക്കാനുണ്ട് കുറെ, ഇനിയും ഞാൻ കുറെ പഠിക്കാനായിട്ടുണ്ട്, ആ കാര്യങ്ങൾ എനിക്ക് പഠിച്ച് തീർക്കാനായിട്ടുണ്ട്, മാത്സ് ഇനിയും ഞാൻ വർക്കൗട്ട് ചെയ്യാനായിട്ടുണ്ട് എന്ന് വിചാരിക്കണം. പരീക്ഷയുടെ അപ്പം വരെയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾക്ക് മാത്സ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം, നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളം കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം, ഓരോ എക്സാമുകളെ പറ്റി ഓരോ സബ്ജക്റ്റുകളും കൂടുതൽ വായിച്ചു വെക്കാം, ഓരോ തവണ റിവൈസ് ചെയ്യാം. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഒരു കാരണവശാലും ഓവർ കോൺഫിഡൻ്റ് ആവാൻ പാടില്ല. അടുത്തതാണ്, പലരും റിവിഷൻ സ്കിപ്പ് ചെയ്യും. അതായത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഇതാണ്, നിങ്ങൾ ആഴ്ചയിൽ 7 ദിവസമുണ്ട്, അതിൽ 5 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. അതായത് മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾ പഠിക്കുന്നു. നിങ്ങൾ വിചാരിക്കുകയാണ് സാറ്റർഡേയിലും സൺഡേയിലും റിവിഷൻ ചെയ്യാം. ആക്ച്വലി ഈ സാറ്റർഡേയിലും സൺഡേയിലും പക്ക നിങ്ങൾ റിവിഷൻ ചെയ്യാറില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെയ്യാറില്ല. കാരണം 5 ദിവസം പഠിച്ചു മടുത്ത്, ഇനിയിപ്പോൾ ഒരു ദിവസം റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് സാറ്റർഡേ റെസ്റ്റ് എടുക്കും. എന്നിട്ട് വിചാരിക്കും സൺഡേയിൽ പഠിക്കാം. സൺഡേ ആകുമ്പോഴത്തേക്ക് വിചാരിക്കും ഇന്ന് സൺഡേ അല്ലേ, ഇന്ന് പഠിക്കുന്നത് ശരിയല്ല, നമുക്ക് പാപം കിട്ടും, അതുകൊണ്ട് സൺഡേ പഠിക്കണ്ട. മക്കളെ, ഇങ്ങനെ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ റിവിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കില്ല. നിങ്ങൾ പഠിക്കും, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? അത് മറന്നുപോകും. പരീക്ഷയ്ക്ക് അത് ഉപകാരപ്പെടില്ല. ഇതാണ് പലർക്കും, ഒരുപാട് വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഇതാണ്. അതുകൊണ്ട് തന്നെ മക്കളെ, നിങ്ങൾ റിവിഷൻ കൃത്യമായിട്ട് ചെയ്യണം. ഇതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, ഇതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളിത് പഠിച്ചുകൊണ്ടേയിരിക്കണം. ഒരു കാര്യം തന്നെ ഒരു 50 തവണ നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയോ? നിങ്ങൾ 50 തവണ വായിച്ചോ, നിങ്ങൾക്കത് ബെനിഫിറ്റ് മാത്രമേ ചെയ്യുള്ളൂ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങളുടെ മെമ്മറിയിലേക്ക് ആ ആൻസർ വരും. അതുകൊണ്ട് തന്നെ റിവിഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ 7 ദിവസവും പഠിക്കണം, 7 ദിവസവും റിവൈസ് ചെയ്യണം, 7 ദിവസവും പ്രാക്ടീസ് ചെയ്യണം. എല്ലാ ദിവസവും ഇവിടെ കിടപ്പുണ്ട് 5 കാര്യങ്ങൾ: സ്റ്റഡി, പ്രാക്ടീസ്. നിങ്ങൾ ഈ 3 കാര്യങ്ങളും എല്ലാ ദിവസവും ചെയ്യണം. 10 മണിക്കൂറാണ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ അതിലൊരു 6 മണിക്കൂർ നിങ്ങൾ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക. നിങ്ങളൊരു 2 മണിക്കൂർ റിവിഷന് വേണ്ടി മാറ്റിവെക്കുക. 2 മണിക്കൂർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുക. പ്രോപ്പറായിട്ട് പോകും. അപ്പം നിങ്ങളുടെ പഠനം, പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുന്നുണ്ട്. അത് ഓരോ ദിവസവും പഠിച്ച് കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ ദിവസവും റിവിഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ആഴ്ചയിൽ നിങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 7 ദിവസമുണ്ട്, 7 × 2 ഏകദേശം 14 മണിക്കൂർ നിങ്ങൾ റിവൈസ് ചെയ്യും.
14 മണിക്കൂർ നിങ്ങൾ റിവൈസ് ചെയ്യും. നിങ്ങൾ 2 ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പഠനം നടക്കത്തില്ല. പക്ഷേ ഓട്ടോമാറ്റിക്കലി 14 മണിക്കൂർ റിവിഷൻ നടക്കും. 14 മണിക്കൂർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി റിവൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സൺഡേ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, നിങ്ങളൊരു 100 മാർക്കിന്റെ ഫുൾ ലെങ്ത് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ സൺഡേസിലും നിങ്ങളൊരു 100 മാർക്കിന്റെ ഫുൾ ലെങ്ത്, അത് കൂടുതൽ ദിവസങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളുക. സമയം കുറവുള്ള ആളുകൾക്ക് സൺഡേയിലെങ്കിലും ഒരു 100 മാർക്കിന്റെ ഫുൾ ലെങ്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് തരും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. പ്രൊക്രാസ്റ്റിനേഷൻ പാടില്ല, ഓവർ കോൺഫിഡൻസ് ഒരു കാരണവശാലും പാടില്ല, റിവിഷൻ, സ്റ്റഡി, പ്രാക്ടീസ് ഇത് സ്കിപ്പ് ചെയ്യാനേ പാടില്ല. എല്ലാ ദിവസവും അത്ര അർജൻസി ഉണ്ടെങ്കിലും നിങ്ങൾ കുറച്ച് സമയങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനിയുള്ള 30 ദിവസം നിങ്ങൾ ഒരു കാരണവശാലും ഈ തെറ്റുകൾ വരുത്താൻ പാടില്ല. അടുത്ത് നോക്കിയിടാം, ലിമിറ്റ് യുവർ സോഴ്സസ്. കുറെ ആളുകളുടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ജോഗ്രഫിയാണ് പഠിക്കുന്നതെങ്കിൽ അവിടുന്ന് ഇവിടുന്നും ചവറെല്ലാം കൂടെ വാരി വലിച്ച് ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൂടെ പഠിച്ചു വെക്കും. മക്കളെ, ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സോഴ്സസിനെ നിങ്ങൾ ലിമിറ്റ് ചെയ്യണം. അതായത് നിങ്ങൾ നിങ്ങളുടെ പഠനം ഒരു കോംപ്ലിക്കേറ്റഡ് സംഗതിയാക്കി മാറ്റാൻ പാടില്ല. ഓക്കെ, ഈ തെറ്റ് എനിക്കും പറ്റിയിട്ടുണ്ട് തുടക്കത്തിൽ. പിന്നീട് ഞാനത് മനസ്സിലാക്കി. ഇങ്ങനെ കുറേ വാരി വലിച്ച് പഠിച്ചാൽ എല്ലാം നമ്മുടെ മെമ്മറിയിൽ കിട്ടില്ല. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ മെമ്മറിയിൽ പോകാൻ പാടില്ല. കുറേ കാര്യങ്ങൾ തലയിലോട്ട് ഇരിച്ച് കയറ്റിയിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നതിലും എത്രയോ ഭേദമാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവുക. നിങ്ങളിപ്പോൾ ഒരു കോഴ്സിനെ അഭിമുഖീകരിക്കും. ഇപ്പോൾ സൂപ്പർ നോട്ട്സിന്റെ കോഴ്സ് എടുത്തു വിചാരിച്ചോളുക. ഈ കോഴ്സിനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇതിനെ നിങ്ങൾ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. അവിടുത്തെ നോട്ടുകൾ, അവിടുത്തെ എക്സാമുകളൊക്കെ ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ഒക്കെ എടുക്കാം, പലയിടത്തും നിന്ന് എടുക്കാം. പക്ഷെ നിങ്ങൾ എടുക്കുന്ന നോട്ട്സ് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്യുവർ ആയിട്ട് ഒരിടത്തും എടുക്കുക. അപ്പം കണ്ടന്റ് കുറഞ്ഞു പോവില്ലേ എന്നുള്ളതല്ല, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടാവണം. കുറേ കാര്യങ്ങൾ, അയ്യോ അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, മറ്റേ ഒരു സിനിമയ്ക്കകത്തിൽ പറയുന്നത് പോലെ, CID മ്യൂസിക് അതെങ്ങാണ്ട് പറയുന്നത് പോലെ, എൻ്റെ AC, എൻ്റെ മിക്സി, എൻ്റെ ഗ്രൈൻഡർ എന്നൊക്കെ പറയുന്നത് പോലെ ആവരുത്. നിങ്ങൾ ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയും നിങ്ങൾ ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്കും ഒരു ഡിസിഷൻ എടുക്കണം. ഈ പ്രശ്നങ്ങൾ, ഈ 10 കാര്യങ്ങൾ ഞാൻ ഒരു കാരണവശാലും ചെയ്യില്ല എന്നൊരു ഡിസിഷൻ കൂടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നിർബന്ധമായി നിങ്ങൾ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യുന്നതിൽ മൗനത കാണിക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഞാൻ അടുത്ത് നോക്കിയേ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ, നിങ്ങൾ അത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. പലരും ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തില്ല, പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കത്തില്ല. ഓക്കെ, നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമോ നിങ്ങൾ അത്രത്തോളം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ നിങ്ങളൊരു എക്സാം ചെയ്യുന്ന സമയത്ത് അനാവശ്യമായിട്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടാൻ ശ്രമിക്കരുത്. എന്ന് പറഞ്ഞാൽ 100 ചോദ്യമുണ്ട്, അയ്യോ 99 എണ്ണം അറ്റൻഡ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പരീക്ഷ ഹാളിൽ പോകരുത്. ഫോൾട്ടാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇനി അറിയില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരവെടുക്കാം. ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക്ക് ഒക്കെ ഉണ്ട്, പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതല്ലാതെ നിങ്ങൾ അറിയാത്തൊരു കാര്യത്തെ കണ്ണടച്ച് മറ്റേ അറ്റീസുല്ലി വാട്ടർ ബീബി അക്കം കൊണ്ടൊരു സൈസാവേരി ഇങ്ങനെ പാട്ടും പാടി നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും കറക്കി കുത്തരുത്. അത് നെഗറ്റീവ് അടിക്കും. നിങ്ങളുടെ മാർക്ക് വെറുതെ നിങ്ങൾ നഷ്ടപ്പെടുത്തും. നിങ്ങൾ പഠിച്ചുണ്ടാക്കിയ മാർക്ക് വെറുതെ നിങ്ങൾ ഈ നെഗറ്റീവ് അടിച്ച് നഷ്ടപ്പെടും. അത് പലർക്കും പറ്റുന്നത് എക്സാമിന്റെ അവസാന സമയമാണ്. അതായത് 1.5 മണിക്കൂറാണ് എക്സാം എങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് എക്സാം കഴിഞ്ഞിട്ട് ബാക്കി 30 മിനിറ്റ് ഉണ്ടല്ലോ, ഈ 30 മിനിറ്റിലാണ് നിങ്ങൾ കറക്റ്റ് അടിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്ന ആ സമയത്താണ്. നിങ്ങൾ കഴിഞ്ഞ പരീക്ഷകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് ആദ്യ പരീക്ഷകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പേന പരീക്ഷ കഴിഞ്ഞ് നിങ്ങളെല്ലാം എഴുതി നിങ്ങളുടെ പരീക്ഷ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യനില്ല നിങ്ങൾ ആൻസർ ചെയ്തു. ഇനി ഒരു ചാൻസും ഇല്ലെങ്കിൽ ആ പേന എന്ത് ചെയ്തേക്കുക, വലിച്ചെറിഞ്ഞേക്കുക, വെളിയിലോട്ട് എടുത്ത് കളഞ്ഞേക്കുക. ആ പേന വേണ്ട. പേന ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യത്തില്ല, നമ്മൾ എഴുതത്തില്ല. ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടാൻ വേണ്ടി നിങ്ങൾ പരീക്ഷ എഴുതരുത്. നിങ്ങൾക്ക് അറിയാവുന്നത് വേണം എഴുതാൻ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് പറ്റും. ദെൻ ഓവർ ബർഡൻ എടുത്ത് വെക്കരുത്. അതായത് നമ്മൾ സ്കിപ്പ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ഇന്ന് പഠിക്കാനുള്ളത് നമ്മൾ സ്കിപ്പ് ചെയ്ത് നാളത്തേക്ക് വെക്കും, നാളെ പഠിക്കാനുള്ളത് മറ്റന്നാളത്തേക്ക് വെക്കും. ഇതിങ്ങനെ കൂടി അവസാനം ഒരു കൊട്ടക്കണക്കിന് സാധനം നമ്മുടെ തലേക്കാണ്. ജോഗ്രഫി പഠിച്ചില്ല, പൊളിറ്റി പഠിച്ചില്ല, എക്കണോമിക്സ് പഠിച്ചില്ല, മാത്സ് പഠിച്ചില്ല, ഇംഗ്ലീഷ് പഠിച്ചില്ല, അവസാനം എല്ലാം കൂടെ അത് ഇത് അവിയൽ വരുമാവും. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ദിവസവും പഠിക്കാനുള്ള കാര്യങ്ങൾ ഓരോ ദിവസം പഠിച്ചു പോവുക. ഒരു ടൈം ടേബിൾ വെച്ച്, ലോങ് ടൈം ടൈം ടേബിൾ വെച്ച് ഓരോ ദിവസം ഇന്ന കാര്യങ്ങൾ ഞാൻ തീർക്കും, ഓരോ ദിവസവും ഇന്ന കാര്യങ്ങൾക്ക് ഞാൻ പ്രയോറിറ്റി കൊടുക്കുമെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ചാൻസ് എടുക്കുക. അപ്പം നിങ്ങൾക്ക് ബർഡൻ ഒരുപാട് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഓവർ ബർഡൻ നിങ്ങൾ വെക്കാതിരിക്കുക. ദെൻ ഡീമോട്ടിവേറ്റഡ് ആകാതിരിക്കുക. അതായത് കുറച്ച് പഠിച്ചു പോകുമ്പോഴത്തേക്ക് എനിക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നില്ലല്ലോ, നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടും, ചിലപ്പോൾ ഒരു 100 മാർക്കിന്റെ പരീക്ഷ 10 മാർക്ക് കിട്ടും. അപ്പം നിങ്ങൾ ആദ്യത്തെ ആഴ്ചയിൽ പഠിച്ചിട്ട് 10 മാർക്ക് കിട്ടിയിട്ട് പറയും, ഓ ഇതെന്നെ കൊണ്ട് പറ്റില്ല, ഡീമോട്ടിവേറ്റഡ് ആവും. അങ്ങനെയല്ല, നിങ്ങൾ ഓരോ ദിവസവും എന്ത് ചെയ്യണം, പഠിക്കണം. ഓരോ ആഴ്ചയും 100 മാർക്കിന് എക്സാം ചെയ്യണം. അങ്ങനെ ചെയ്ത് നിങ്ങൾ അവസാനം എക്സാം എത്തുമ്പോഴത്തേക്കും തീർച്ചയായും നിങ്ങൾക്ക് റാങ്ക് അടിക്കാനുള്ള സ്കോറിലേക്ക് എത്തും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, വർക്ക് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ മാർക്ക് കണ്ട് പേടിക്കേണ്ട. നിങ്ങൾ അങ്ങ് വരാനിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ മുഴുവനും കംപ്ലീറ്റ് ചെയ്ത് ഇതിന്റെ പകുതി വെച്ച് നിർത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് പറ്റാതെ പോകുന്നത്. നിങ്ങൾ മുഴുവനും കംപ്ലീറ്റ് ചെയ്യും. എക്സാം ആകുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കാണും. ഇത് പകുതിക്ക് വെച്ച് നിർത്തി 2 ദിവസം പഠിച്ചു, 3-ാം ദിവസം റെസ്റ്റ് എടുത്തു, 5-ാം ദിവസം റെസ്റ്റ് എടുത്തു, 6-ാം ദിവസം റെസ്റ്റ് എടുത്തു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയില്ല.
ഡെഫിനറ്റ്ലി കഴിയില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ റാങ്ക് അടിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പലർക്കും കഴിയാതെ പോകുന്നു. അതായത് 100 പേര് പരീക്ഷ എഴുതുമ്പോൾ അതിലൊരു 4 പേര് മാത്രം ചെയ്യുന്ന കാര്യമാണ് കൺസിസ്റ്റന്റ് ആയി അവസാനം വരെ പഠിക്കുക. ബാക്കി 96 പേരും ഇത് എന്ത് ചെയ്യത്തില്ല, ചെയ്യില്ല. ഉറപ്പാണ്. നിങ്ങൾ എന്നെ കാണുന്നവരിൽ പലരും ഇത് ചെയ്യുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനുശേഷം സോഷ്യൽ മീഡിയ മക്കളെ കുറച്ച് നാളത്തേക്ക്, അതായത് എക്സാം കഴിയുന്നത് വരെ ഒരു 3 മാസത്തെ സമയമല്ലേ ഉള്ളൂ. ജൂലൈ മാസമാണ് പരീക്ഷ. ഒരു 3 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ സോഷ്യൽ മീഡിയ ദൂരേക്ക് മാറ്റി വെക്കുക. എനിക്ക് തൽക്കാലം ഈ എക്സാം കഴിയുന്നത് വരെ എനിക്ക് ഫേസ്ബുക്കും വേണ്ട, എനിക്ക് ഇൻസ്റ്റാഗ്രാമും വേണ്ട, എനിക്ക് മറ്റ് പഠനവുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒരു കാര്യവും ഒരു 3 മാസത്തേക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മാറ്റി വെച്ചേ. അപ്പം തന്നെ നിങ്ങൾ കൂടുതൽ സമയം കിട്ടും. നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടെന്നുള്ളതല്ലേ പ്രശ്നം. സോഷ്യൽ മീഡിയയിലാണ് നിങ്ങൾ സമയം കൂടുതൽ കളയുക. നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ എത്ര സമയം നിങ്ങൾ ഫോൺ യൂസ് ചെയ്തു എന്നുള്ള ഒരു അനലിറ്റിക് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ സോഷ്യൽ മീഡിയ കളയുകയാണ്. നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ മാറ്റി വെക്കുക. നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ മാത്രം വെച്ചുകൊണ്ട് ഒരു യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ടെലഗ്രാം ചാനലിൽ കിട്ടും. തൽക്കാലത്തേക്ക് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ എന്ത് ചെയ്തേക്കാം, ഒന്ന് മാറ്റി വെച്ചേക്കാം. ഗെയിമൊക്കെ കളിക്കുന്ന ശീലമുള്ള ആളുകളാണെങ്കിൽ കുറച്ച് കാലത്തേക്ക് ഒന്ന് മാറ്റി വെക്കും. ഞാൻ ചെയ്ത് ഇതാണ്, ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ആദ്യം ഞാൻ ഉപയോഗിക്കുമായിരുന്നു, പിന്നീട് ഞാൻ ഈ അക്കൗണ്ടുകളെല്ലാം എടുത്ത് കളഞ്ഞു. അപ്പോൾ എനിക്ക് പഠിക്കാൻ കൂടുതൽ സമയം കിട്ടി, അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റി. ഇപ്പോൾ CPOയുടെ അഡ്വൈസും എൻ്റെ കയ്യിലേക്ക് വന്നു. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾക്ക് ഈ തെറ്റുകൾ വരാൻ പാടില്ല. ഈ 10 കാര്യങ്ങൾ നിങ്ങൾ പ്യുവറായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇനി നന്നായിട്ട് പഠിക്കാനായിട്ടൊരു ഗൈഡൻസ് വേണം, നിങ്ങളെ ഒരാൾ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ബാച്ചിലേക്ക് വരാവുന്നതാണ്. ഇനിയും വരുന്ന ഒരു 90 ദിവസങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു അടിപൊളി ബാച്ച് സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാച്ച് ക്രാഷ് ബാച്ചാണ്. അതായത് 90 ദിവസം കൊണ്ട് നമ്മുടെ സിലബസിനെ ഒക്കെ കൃത്യമായിട്ട് കവർ ചെയ്തുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് അടിപൊളിയായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന CPOയ്ക്കും WCPOയ്ക്കും IRBക്കും ഉപയോഗിക്കാനായിട്ട് കഴിയുന്ന ഒരു അടിപൊളി ബാച്ചാണ് CPO WCPO IRB ക്രാഷ് ബാച്ച് വിത്ത് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. അതായത് പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും നമ്മളിവിടെ കവർ ചെയ്യും, അതിനോടൊപ്പം തന്നെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യും. ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് 8281223366 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. 8281223366. എന്ത് കാര്യവും ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെടാം. അവർ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിലൂടെ നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ബാച്ച് ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ഇനി അധികം സമയമില്ല, വളരെ കുറച്ച് സമയമുള്ളൂ. ആദ്യം ജോയിൻ ചെയ്യുന്ന ഒരു 150 പേർക്ക് 1200 രൂപ എന്ന് പറയുന്ന ഓഫർ പ്രൈസിൽ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് 1499 രൂപയാണ് ഈ ബാച്ചിന്റെ ഫീസ് എന്ന് പറയുക. നമുക്ക് ആദ്യം ജോയിൻ ചെയ്യുന്ന 150 പേർക്ക് 1200 രൂപയ്ക്കാണ് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ അവസരം നിങ്ങൾ മിസ് ചെയ്യരുത്. ഇപ്പൊ തന്നെ വിളിക്കുക. ഒരിക്കൽ കൂടി നമ്പർ പറയാം, 8281223366. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ള ഈ തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എല്ലാ വിധ ആശംസകളും നേരുന്നു. അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.